നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലുവയിലെ CMRL ഓഫീസിൽ രണ്ടാം ദിവസവും നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കണ്ടെത്തിയത് നിർണായക തെളിവുകൾ. ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘമാണ് രാവിലെ ഓഫീസിലെത്തിയത്. കരിമണൽ സംസ്കരണ കമ്പനിയായ CMRLന്റെ അറ്റാദായവും കമ്പനിയുടെ ആസ്തിയും തമ്മിൽ വലിയ അന്തരം കണ്ടെത്തി. പ്രാഥമിക തെളിവെടുപ്പിലാണിത് വ്യക്തമായത്. ഉച്ചയോടെ 6 പേരുടെ സംഘം 30 ഫാക്ടറിയിലേക്ക് പരിശോധനയ്ക്ക് പോയി. തിങ്കളാഴ്ചയും പരിശോധന നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ IT കമ്പനിയായ എക്സാലോജിക്കുമായുള്ള ഇടപാടുകളെ പറ്റിയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കരിമണൽ ഖനനത്തിനും സിന്തറ്റിക് റൂട്ടെയിൽ നിർമ്മാണത്തിനും ഒത്താശ ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്ക് 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. ആദായനികുതി വകുപ്പിന് CMRL സമർപ്പിച്ച കണക്ക് പ്രകാരം 2016 മുതൽ 2023 വരെ കമ്പനി നേടിയ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പും പരിശോധനയുമാണ് നടത്തുന്നത്. 2023 മാർച്ച് 31 കമ്പനിയുടെ പ്രഖ്യാപിത അറ്റാദായം 73 കോടി രൂപയാണ്. എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കമ്പനിയുടെ യഥാർത്ഥ ലാഭം ഇതിലുമേറെയാണ്. യഥാർത്ഥ ലാഭത്തിന്റെ 1/4 പോലും കമ്പനിയുടെ ആസ്തിയായി മാറിയില്ലെന്നും കണ്ടെത്തി. ഈ പണം എന്ത് ചെയ്തു, ആർക്ക് നൽകിയെന്നാണ് SFIO കണ്ടെത്താൻ ശ്രമിക്കുന്നത്. വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാൻ സാധ്യതയേറെയാണ്. 73 കോടി രൂപ അറ്റാദായമുള്ള കമ്പനിക്ക് 135 കോടി രൂപ പലർക്കായി നൽകാൻ കഴിയില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കമ്പനിയുടെ യഥാർത്ഥ വരുമാനം എത്രയെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഏതെല്ലാം ഷെൽ കമ്പനികളുടെ മറവിലാണ് കള്ളപ്പണം വെളുപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇതിനുള്ള ഫോറൻസിക് ഓഡിറ്റിംഗ് SFIO ഉടൻ ആരംഭിക്കും. ഇത് അതിനിർണായകമായി മാറും. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ വഴി തുറക്കുക, ED അന്വേഷണ സാധ്യതകളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ അടിസ്ഥാനത്തിലാകും ED കേസെടുക്കുക. ഇതിനൊപ്പം CBIയും വരും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ എറണാകുളത്തെ ആദായ നികുതി വകുപ്പ് ആസ്ഥാനം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചു. CMRL കമ്പനി കാലാകാലങ്ങളായി സമർപ്പിക്കുന്ന ആദായ നികുതി രേഖകളാണ് പരിശോധിച്ചത്. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉദ്യോഗസ്ഥരാണ് SFIO സംഘത്തിലുള്ളത്. തെളിവ് ശേഖരണത്തിന്റെ രണ്ടാം ദിവസമായി ഇന്നലെ 6 ഉദ്യോഗസ്ഥരാണ് CMRLന്റെ ആലുവയിലെ ഓഫീസ് ആസ്ഥാനത്ത് എത്തിയത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിനെയാണ് അന്വേഷണ ചുമതല. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുമുണ്ട്. വരും ദിവസങ്ങളിലും തെളിവ് ശേഖരണം തുടരും. രേഖകൾ പരിശോധിക്കുന്നതിനൊപ്പം ഉദ്യോഗസ്ഥരുടെ മൊഴികളും രേഖപ്പെടുത്തുന്നുണ്ട്. CMRL, KSIDC, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT സർവീസ് കമ്പനിയായ എക്സാലോജിക് എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത്. SFIO ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മൊഴികൾക്ക് മജിസ്ട്രേറ്റ് മുൻപാകെ നൽകുന്ന മൊഴികളുടെ നിയമ സാധുതയുണ്ട്.